പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവ്, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകള്, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകള്, പ്രമാണങ്ങള്, പാസ്പോർട്ടുകള്, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുന്ന സ്വീകരിക്കുന്നതിന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും കടങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാര്, റബ്ബർ കൃഷിക്കാര്, റബ്ബർ ടാപ്പ് ചെയ്യുന്നവരെ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവര്, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവര്, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിന്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിലൂടെ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ചില സമയത്ത് നമ്മൾ വല്ലാതെ മാനസികമായിട്ട് ടയർഡാവും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം നമുക്ക് എടുത്താൽ പൊങ്ങാത്തതാകുമ്പോഴും തന്നെത്താൻ അത് ഭാരം വെക്കുമ്പോഴാണ്. ജീവിതം തന്നെത്താൻ ഭാരം വെക്കുമ്പോൾ ജീവിതം നമുക്ക് എടുത്തുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റാതെ വരും. അപ്പോൾ പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? യോഹന്നാൻ 14:10, ഞാൻ പിതാവിലും
പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തികള് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത രീതിയിൽ ജീവിതം ഭാരപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നുവെന്നുള്ള ഒരു ഇക്വേഷൻ ബൈബിളിലുണ്ട്. അത് നമുക്ക് സെൽഫായിട്ട് പേഴ്സണലായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മളിൽ വസിക്കുന്ന ദൈവമായിരിക്കണം നമ്മുടെ ജീവിതം ഏറ്റെടുക്കേണ്ടത്. അപ്പം നമ്മളെ വസിക്കുന്ന ദൈവമായിരിക്കണം നമുക്ക് പകരം നമ്മുടെ എടുത്താൽ പൊങ്ങാത്ത ജീവിതഭാരം ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് കർത്താവ് സിങ്കാക്കുന്നുണ്ട്. എങ്ങനെയാണ്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും അത് ജീവിതം എടുത്താൽ പൊങ്ങാത്തതായി തോന്നുന്നവരും എന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് വരിക. അപ്പം എൻ്റെ അടുത്ത് വന്നാൽ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ പറയണം, അല്ലേ? മത്തായി 11:28-29. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാ പറയണത്. കാര്യം ഈശോ ആ ഭാരം നമുക്കെടുത്താൽ പൊങ്ങാത്ത ഭാരം ഈശോ ഏറ്റെടുക്കാവുന്നത്. പക്ഷെ അതെങ്ങനെ എടുക്കും എന്നുള്ളതിൻ്റെ അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് കൂടി അറിയണം. മെക്കാനിസം ആരാ പറയണത്? അത് യോഹന്നാൻ തന്നെ പറയണത്. 1 യോഹന്നാൻ 2:6. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ, എന്നിൽ വസിച്ചുകൊണ്ടാണ് പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 2:5. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അപ്പൊ ഈ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യണതല്ലേ? അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? അവൻ നമ്മളിൽ വസിക്കും. നമ്മൾ വസിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ജോലി ചെയ്യണ പോലെ ദൈവം നമ്മൾ വസിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കും. അങ്ങനെയാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ എന്താ കാര്യം? നല്ല ക്ലേശങ്ങളുടെയും ഭാരങ്ങളുടെയും കാലത്ത് കർത്താവിൻ്റെ വചനം സാക്ഷിയാക്കി വചനം പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ഭാരം ദൈവം ഏറ്റെടുക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം. ഞാൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തത്. അത് അന്ന് ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്കിവിടെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും അവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും
മറ്റു പ്രാർത്ഥനകളും സ്ഥിരമായി ചൊല്ലുകയും ചെയ്തു. അപ്പോൾ 6 നിയോഗങ്ങൾ ഞാൻ ഓൺലൈനിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിയോഗങ്ങളിലൊന്നായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ആധാരം. അത് 10-15 വർഷത്തിൽ കൂടുതലായിട്ട് എൻ്റെ അപ്പനും അമ്മയും ഉള്ള സമയത്ത് തന്നെ, അവരിപ്പോൾ മരിച്ചുപോയി, ആ സമയത്ത് എൻ്റെ അനിയൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആധാരം ഞങ്ങൾ പണയം വെച്ചിരുന്നത്. അത് 15 വർഷത്തിൽ കൂടുതലായിട്ട് ആധാരം അവിടെ ബാങ്കിൽ തന്നെ ആയിരുന്നു. അത് ഞങ്ങൾക്ക് ഒരു കണക്കിലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം വെക്കുകയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്നു. അന്നിവിടെ ലോക്ക്ഡൗൺ ആയിരുന്നെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയി. ഉപ്പും തേനും വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉപ്പ് നമ്മുടെ സ്ഥലത്തിൻ്റെ എല്ലാ മൂലകളിലും കൊണ്ടുപോയിട്ട് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം അത്ഭുതകരം എന്ന് പറയട്ടെ, ബാങ്കിൽ നിന്നൊരു ഫോൺ കോൾ വരികയാണ് എനിക്ക്. അതായത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ പൈസ അടയ്ക്കണം, ആ പണം അടച്ചില്ലെങ്കിൽ റിക്കവറി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഞാനിത് അനിയനെ വിളിച്ച് പറഞ്ഞു, അനിയ മോനെ ഇതോനെ സംഭവമാണ്, അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, പൈസ അടക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അനിയൻ്റെ ആവശ്യം ഇതുകൊണ്ട് എനിക്കും പൈസ ഇടപെടാൻ എൻ്റെ വീട്ടിലും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ടായതെല്ലാം വളരെ അത്ഭുതകരമായിട്ടായിരുന്നു. അനിയൻ പറഞ്ഞു നമുക്ക് എങ്ങനെയാണ് ആ പൈസ അടയ്ക്കാം. അപ്പോൾ എവിടെ നിന്നൊക്കെയോ പൈസ ഒപ്പിച്ച് ആ ആധാരം ഞങ്ങൾ വീണ്ടെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ഇതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൻ്റെ ആധാരവും ഇതുപോലെ തന്നെ പണയത്തിലായിരുന്നു. അത് ഇതുപോലെ തന്നെ ഒത്തിരി എമൗണ്ട് ഉണ്ടായിരുന്നു, 10-30 ലക്ഷം രൂപയോളം അത് ബാധ്യത ഉണ്ടായിരുന്നു. അത് ഞാൻ ബാധ്യത വെച്ചിരുന്ന അങ്ങനെയല്ല, എല്ലാ കുടുംബങ്ങളുടെയും ഇതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരുടെയും ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആ രേഖകൾ ഞങ്ങൾക്ക് ബാധ്യതകളൊന്നും കൂടാതെ തിരിച്ചു കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നിയോഗങ്ങളിലൊന്ന്. അപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ ആ തറവാടിൻ്റെ ആധാരം കിട്ടിയതിൻ്റെ മുറയ്ക്ക് തന്നെ ഇതിൻ്റെ നടപടികളും പെട്ടെന്ന് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം നിസ്സാര തുക മാത്രം അടച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ നോട്ടീസ് തന്നിരിക്കുകയാണ്. അപ്പോൾ അതും ഏകദേശം അവരടയ്ക്കാനുള്ള തീരുമാനത്തിലായിരിക്കുന്നു. പിന്നെ എൻ്റെ ഇളയ അളിയൻ ഇതുപോലെ തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 1.5 വർഷമായി. വൈഫ് നേഴ്സാണ് ഡൽഹിയിൽ. അപ്പോൾ പുള്ളിക്കാരത്തി പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇതുപോലെ തന്നെ അവർ ഡൽഹിയിലായതുകൊണ്ട്, പക്ഷേ അവർക്ക് മാതാവിനോട് ഭയങ്കര ഭക്തിയാണ്. അപ്പോൾ ഡൽഹിയിലാണ്. പ്രസവ സമയത്ത് കുഞ്ഞിന് ഭയങ്കര കോംപ്ലിക്കേഷനായി, ഫ്ലൂയിഡ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം വന്നു. അപ്പോൾ എങ്ങനെയായാലും അത് മിക്കവാറും അബോർഷനാവും എന്നുള്ളൊരവസ്ഥ വരെ എത്തി. അപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനായി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ നിങ്ങളും പ്രാർത്ഥിക്കുക. അങ്ങനെ കൃപാസന മാതാവിനോട് അവർ ഭയങ്കരമായിട്ട് മുക്തിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം അവിടെ ഡൽഹിയിലാണെങ്കിലും അച്ഛൻ്റെ ധ്യാനം കൂടുകയും പിന്നെ സാക്ഷ്യങ്ങൾ ധാരാളമായി കാണാൻ തുടങ്ങി. അവന് വളരെ എന്താ പറയുക, കുടുംബം മുഴുവനായിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, ഈ മാർച്ചിൽ ആദ്യ ആഴ്ചയിൽ ആ കുഞ്ഞിനെ അവർ ഇവിടെ നാട്ടിൽ വന്ന് പ്രസവിച്ചു. ഒരു കുഴപ്പവും കൂടാതെ നോർമൽ പ്രസവമായിരുന്നു. കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, നല്ലൊരു ആൺകുട്ടി. ഇത്രയും സാക്ഷ്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എൻ്റെ പേര് ബിന്ദു സൈമൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ നന്ദിപുരം എന്ന സ്ഥലത്തു നിന്നും വരുന്നു. എന്നെ ഉടമ്പടി എടുത്തത് ഞാൻ 2019 ഡിസംബർ 16-ാം തീയതിയായിരുന്നു. അതിനുശേഷം അമ്മ മാതാവിൻ്റെ വലിയൊരു കരുതലും സംരക്ഷണവും ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ മക്കളും എല്ലാം ഈ അനുഭവത്തിന് സാക്ഷികളാണ്. ഞാൻ ആദ്യം പറയുന്നത്, ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ ഒരു വാഹനം വലിയൊരു അപകടത്തിൽപ്പെട്ടു. ഞാൻ ആ കാറിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഈശോ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലും അമ്മ മാതാവും ഞങ്ങളുടെ സംരക്ഷകയായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞാൻ വാഹനത്തിലിരുന്ന് ഉറക്കെ പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു തമിഴ് ലോറി സിഗ്നലിൽ ഞങ്ങൾ കാറ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ലോറി വന്ന് ഇടിച്ച് കയറുകയായിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ കയ്യിൽ ഈ കൃപാസനത്തിലെ നേർച്ച വസ്തുക്കളെല്ലാം എപ്പോഴും ഞാൻ എൻ്റെ ബാഗിൽ കരുതാറുണ്ട്.
പറയാറുണ്ട്. അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു വിശുദ്ധ ഗ്രന്ഥവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ കാറിന്മേ ലോറി വന്നിടിച്ചപ്പം ഒന്നും അറിയാതെ പുറത്തുനിന്ന് ഇങ്ങനെ സൗണ്ട് കേട്ടു. അപ്പം ഞാൻ വിചാരിച്ചു പുറകിലുള്ള വേറെ ഏതോ വേറെ വണ്ടികൾ വന്ന് ഇടിച്ചതാണെന്ന് വിചാരിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഓടി വന്നു. എന്തു പറ്റി എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഞാനും എൻ്റെ മൂത്ത മകനുമായിരുന്നു ബാക്കിലിരുന്നത്, ഫ്രണ്ടിൽ ഹസ്ബൻഡും ഇളയ മകനും. ഞങ്ങൾക്കൊരു പോറൽ പോലും പറ്റാണ്ട് അമ്മ മാതാവിൻ്റെ ആ വലിയ സംരക്ഷണം ഞങ്ങൾ അറിയായിരുന്നു. പുറത്തിറങ്ങിക്കഴിഞ്ഞ് നോക്കുമ്പോൾ കാറ് കണ്ടാൽ മതി, ബാക്ക് മുഴുവനും ആകെ ഇടിച്ച് ഒരു പരുവമായിട്ടായിരുന്നു ഇരുന്നത്. അമ്മ മാതാവിൻ്റെ കരുതൽ സംരക്ഷണത്തിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. യേശുവെ ആരാധന, യേശുവെ മഹത്വം. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകന് പരീക്ഷയിൽ മാറ്റ് എക്സാം, അവനൊരു കോച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ലേ, MBAക്ക് പോകാൻ വേണ്ടി മാറ്റ് എക്സാമിന് വേണ്ടി അവൻ എന്നോട് പറഞ്ഞു, അമ്മേ കോച്ചിങ് ഇല്ലാണ്ട് പരീക്ഷയിൽ പോയെന്നാൽ മാറ്റ് എക്സാം പാസ്സാകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നീ അതൊന്നും വിഷമിക്കണ്ട, അമ്മ മാതാവ് നിന്നെ പരീക്ഷയിൽ സഹായിക്കും, അതുകൊണ്ട് നീ മാറ്റ് എക്സാം എഴുതണം എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മ മാതാവ് അവനെ മാറ്റ് എക്സാം പാസ്സാക്കുകയും നല്ലൊരു കോളേജിൽ MBAക്ക് അവന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. പിന്നീടും അമ്മ മാതാവ് അവനെ പരീക്ഷ കഴിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 12 പരീക്ഷ കഴിഞ്ഞു. അന്ന് കാലത്ത് എക്സാം കഴിഞ്ഞെങ്കിൽ ഉച്ച കഴിഞ്ഞ് തന്നെ മുംബൈയിലുള്ള ബജാജ് അലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി വന്ന് അവനെ സെലക്ട് ചെയ്ത് അമ്മ മാതാവ് ഈശോയുടെ അടുത്ത് പറഞ്ഞ് അവന് നല്ലൊരു ജോലിയും കൊടുത്തു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഫെബ്രുവരി 15 അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്, അമ്മ അവനൊരു ഗിഫ്റ്റ് കൊടുക്കണേ എന്ന്. അമ്മ കൊടുത്തൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കരുതിയാണ്. ഇതും അമ്മയുടെയും ഈശോയുടെയും വലിയൊരു കൃപ കൊണ്ടാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. യേശുവെ മഹത്വം, യേശുവെ ആരാധന. അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും 1000 സ്തുതി സ്തോത്രം. എൻ്റെ പേര് ഷേളി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2018 ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നതല്ല. ഞാൻ വെറുതെ എൻ്റെ ബ്രദറിന് കഴുത്തിലൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്നതാണ്. അപ്പോൾ എല്ലാവരും ഉടമ്പടി എടുക്കുന്നത് കണ്ടിട്ട് ഞാനും ഉടമ്പടി എടുത്തു. അപ്പോൾ മുഴ തന്നെ അത് ഡോക്ടർ ഒരു 50% പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ശ്വാസകോശത്തിൽ ചുറ്റിയ മുഴയായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പോയി. പിന്നെ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടന്നു, ഒരു കുഴപ്പവുമില്ലായിരുന്നു. 50% ഡോക്ടർ പറഞ്ഞിരുന്നുവെങ്കിലും നല്ല രീതിയിൽ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ ഓപ്പറേഷന് തന്നെ 2 ദിവസത്തിന് മുമ്പേ ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം പോലെ കാണുന്നുണ്ടായിരുന്നു, മാതാവും ഈശോയിൽ നിന്ന് മുഴ എടുക്കുന്നതായിട്ട്. പക്ഷേ എനിക്കത് എനിക്കത് സ്വപ്നമല്ല, എനിക്ക് വെറുതെ തോന്നിയതുപോലെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അത് ഒരു കുഴപ്പമില്ലാതെ ആ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടന്നു. പിന്നെ അതിനുശേഷം ഞാൻ വരുന്നത് ജനുവരിയിലാണ് വരുന്നത്. ഞാൻ അതിനുശേഷം വന്നിട്ടില്ല കൃപാസനത്തിൽ. ജനുവരിയിൽ വന്നിട്ട് അതിനു മുമ്പേ ഡിസംബറിൽ തന്നെ എൻ്റെ ഭർത്താവ് പുറത്ത് ഓസ്ട്രേലിയയിൽ പോയായിരുന്നു. അതിനുശേഷം ഞാൻ ജനുവരി കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥനയിലെല്ലാം ഞാൻ പങ്കുകൊള്ളുമായിരുന്നു. ഫെബ്രുവരിയിൽ മോനും ഞാനിവിടെ ഉടമ്പടി പ്രാർത്ഥന പങ്കുകൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് മോന് വിസ റെഡിയായി, യൂറോപ്പിലോട്ട് പോകാൻ, മോൻ പഠിക്കാനായിട്ട് പോകാനുള്ള വിസ റെഡിയായി എന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ വരുന്നത്. അപ്പോൾ അതും എനിക്ക് മാതാവ് സാധിച്ചു തന്ന്. അതിനുശേഷം നവംബറിലും എൻ്റെ മോന്, പിന്നെ 2ാമത്തെ മോനും പഠിക്കാൻ പോകുവാനുള്ള ഒരു അനുഗ്രഹം മാതാവ് തന്ന്. അതിൻ്റെ ഇടയിൽ ഒത്തിരി കടഭാരങ്ങളുണ്ടായിരുന്നു, അതെല്ലാം അമ്മ മാതാവ് സാധിച്ചു തന്നു. മക്കളുടെ പഠിത്ത കാര്യമായാലും, ഇനിയൊരു മോളുണ്ട്, മോളുടെ പഠിത്ത കാര്യവും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അതിനെല്ലാം ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ ഒത്തിരി താമസിച്ചു പോയതിനും മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പേര് റാണി സേവ്യർ. ഞാൻ എറണാകുളം കോന്തുരുത്തിയിൽ നിന്ന് വരുന്നു.
ഞാൻ 2019 ജനുവരി 26 ഉടമ്പടി എടുത്തത്. 2019 മാർച്ച് തുടങ്ങിയൊക്കെ എൻ്റെ കാലിനൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നടക്കുമ്പോൾ ചിലപ്പോൾ നിന്നു പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ കാല് എൻ്റെ നട്ടെല്ലും ഇടുപ്പലൊക്കെ ദ്രവിച്ചു പോയിരിക്കുകയാണോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി ധ്യാനമൊക്കെ കൂടുമ്പോൾ തൈലമൊക്കെ പുരട്ടുമായിരുന്നു. 2019 ഒക്ടോബർ 28 ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നട്ടെല്ല് ദ്രവിച്ചിരിക്കുകയാണോ എന്ന് സംശയിക്കുന്ന ഒരാൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അടുത്ത സാക്ഷ്യം, എൻ്റെ മോൾ അബുദാബിയിൽ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം തന്നെ കിട്ടിയ അനുഗ്രഹമാണ്. അവൾക്ക് ജോലി കിട്ടി. കുഞ്ഞിനെ നോക്കാൻ ഞാൻ അവിടെ പോയി. അവിടെ അവർ താമസിച്ചിരുന്നത് ഒരു ഷെയറിങ് അടുക്കളയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ആ അടുക്കളയിൽ പോയി കുഞ്ഞിനെയും കൊണ്ട് പോയി ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായപ്പോൾ ഞാനൊരു ദിവസം ഉടമ്പടി തൈലം കൊണ്ടുപോയിരുന്നു. ഉടമ്പടി തൈലം കട്ടിലപ്പടിയിൽ ഇങ്ങനെ തൂത്തിട്ട് ഞാൻ കുരിശ് വരച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, 3000 ദിർഹത്തിനാണ് അവർ താമസിച്ചിരുന്നത്. ഈ വാടകയ്ക്ക് തന്നെ അവൾക്കൊരു അടുക്കള ഷെയറിങ് അല്ലാത്ത സെപ്പറേറ്റ് അടുക്കളയുള്ള ഒരു വീട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ എൻ്റെ മകള് ഷോപ്പിംഗ് മോളിലൊരു ലേഡി അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോള് ഇവിടെ ഈ 2nd ഫ്ലോറിലല്ലേ താമസിക്കുന്നത്, ആ 6th ഫ്ലോറിൽ എൻ്റെ റൂം ഒഴിഞ്ഞിട്ടുണ്ട്, അവിടെ 2500 ദിർഹത്തിന് നിങ്ങൾ എടുത്തോ വേണമെങ്കിലെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ പോയി കണ്ടു. മാതാവിൻ്റെ വലിയ അത്ഭുതമാണ്. അത് സെപ്പറേറ്റ് അടുക്കളയുള്ള, അന്ന് 500 ദിർഹം കുറവുള്ള ഒരു വീട് അവൾക്ക് കിട്ടി. അത് വലിയ അത്ഭുതമാണ്. പിന്നെ എനിക്ക് തൈറോയിഡ് ഹൈപ്പറായിട്ട് ഞാൻ 3 മാസം മരുന്ന് കഴിച്ചു. ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കുമായിരുന്നു. 3 മാസത്തിന് ശേഷം എപ്പോൾ ടെസ്റ്റ് ചെയ്താലും തൈറോയിഡ് നോർമലായി. പിന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഇളയ മകൻ വിദേശ പഠനത്തിന് ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഉടമ്പടി കാശ് രൂപം കൊടുത്തു വിട്ട് അവൻ IELTS ഫസ്റ്റ് ചാൻസിൽ തന്നെ 8.5 സ്കോറോടുകൂടി പാസ്സാകുകയും എസ്റ്റോണിയ എന്ന അവൻ നേരെ ഒരു ടാൽടെക് യൂണിവേഴ്സിറ്റി, ഒരു ഫേമസ് യൂണിവേഴ്സിറ്റിയാണ്, ആ യൂണിവേഴ്സിറ്റിയിൽ അവന് നേരെ തന്നെ അവൻ അഡ്മിഷൻ വാങ്ങിക്കുകയും മാതാവ് അനുഗ്രഹിച്ചതുകൊണ്ട് കിട്ടിയതാണ്. ഒരു വർഷം പോയി. കൊറോണ മൂലം അവർ അഡ്മിഷൻ എടുത്തില്ല. 2021 ഓഗസ്റ്റ് 30 അവൻ പോയി. അവിടെ ചെന്ന് ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടിയാൽ അവന് കുറേ ആനുകൂല്യം കിട്ടുമായിരുന്നു. അത് കുറേ വൈകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ എപ്പോഴും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടും, ഉടമ്പടി ധ്യാനത്തിൽ പ്രാർത്ഥിക്കും. അവന് പെട്ടെന്ന് തന്നെ ഈ TRP കിട്ടി. പിന്നെ അതുകൂടാതെ ഇൻറ്റേൺഷിപ്പിനും കൂടെ കണക്കാക്കുന്ന ഒരു ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവനൊരു നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി. ജോലിയിലിപ്പോൾ ചെയ്യുകയും ചെയ്യുന്നു, പഠിക്കുകയും ചെയ്യുന്നു. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ജോസിൻ്റെ സാക്ഷിയാണ് നമ്മൾ കേൾക്കുന്നത്. എറണാകുളം ജോസാണ് ഉടമ്പടി ദൈവാനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. എൻ്റെ പേര് ലിജോമോൻ ജോസ്. ഭാര്യയുടെ പേര് അനീറ്റ. എനിക്ക് 3 മക്കളാണുള്ളത്. അനിയ മരിയ, ആദം, ആബേൽ. എൻ്റെ ഇളയ മകൻ്റെ കാര്യത്തിന് സാക്ഷ്യം പറയുവാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എൻ്റെ മകന് ചെറിയ ശ്വാസതടസ്സം വന്ന് കോതമംഗലത്ത് ധർമ്മഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ തുടർന്ന് ചികിത്സ നടത്തി. ആ ചികിത്സയ്ക്ക് മാറ്റമില്ലാത്തത് കാരണം അത് ആ ഹോസ്പിറ്റലിൽ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ സ്കാനിങ്ങിൽ എൻ്റെ മകന് ശ്വാസനാളിയിൽ ഒരു സിസ്റ്റ് ഒരു 50% ഒരു ക്ലോസ് ആയതുപോലെ കാണപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ തിരികെ ഹോസ്പിറ്റലിൽ ഒരു 9 ദിവസം അഡ്മിറ്റായി. അത് കഴിഞ്ഞിട്ട് ഒരു ശ്വാസം മുട്ടലൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ തിരികെ വീട്ടിലേക്ക് വന്നു.
ഒരു ഫെബ്രുവരി മാസം പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും മകന് വീണ്ടും ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. അപ്പോൾ ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റായി. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യാണ്ട് വേറെ രക്ഷയില്ല എന്ന്. അപ്പം ഞങ്ങൾ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായിട്ട് വീണ്ടും വീട്ടിൽ വന്നു. തുടർന്ന് ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം മാർച്ച് 15-ാം തീയതി വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിനുശേഷം 16-ാം തീയതി ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലായി. അതിനുശേഷം ഓപ്പറേഷൻ അനസ്തേഷ്യ കൊടുത്തു. അവർ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഒരു മാറ്റമുണ്ടായി. അതിനുശേഷം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റ് അവിടെ ഇല്ലാതെ കാണാൻ സാധിച്ചില്ല.